കോഴിക്കോട് കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആനകൾ ഇടഞ്ഞതിനെ തുടർന്ന് 3 മരണം. മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം രാവിലെ 8 മണിയോടെ നടക്കും. സംഭവത്തിൽ അടിയന്തര റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടറോടും ഉത്തരമേഖലാ സോഷ്യൽ ഫോറസ്ട്രി ചീഫ് കൺസർവേറ്ററോടും വനംവകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ ഉത്തരവിട്ടു. വൈകിട്ട് 6 മണിയോടെയാണ് സംഭവം നടന്നത്. ഘോഷയാത്ര ക്ഷേത്ര പരിസരത്തെത്തിയപ്പോൾ കരിമരുന്ന് പ്രയോഗം നടന്നിരുന്നു. ഇതിനിടെ ഒരു ആന ഇടഞ്ഞു. ഈ ആന തൊട്ടടുത്തു നിന്ന മറ്റൊരു ആനയെ കുത്തുകയായിരുന്നു. ആന വിരണ്ടോടിയപ്പോൾ അടുത്തുണ്ടായിരുന്ന ആളുകളും ചിതറിയോടി. തിക്കിലും തിരക്കിലും പെട്ടാണ് ആളുകൾക്ക് പരിക്കേറ്റിരിക്കുന്നത്. 45 മിനിറ്റ് നേരത്തെ ശ്രമത്തിനൊടുവിലാണ് ആനകളെ തളച്ചത്. 29 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. മരിച്ചവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി കൊയിലാണ്ടി എം.എൽ.എ. കാനത്തിൽ ജമീല പറഞ്ഞു. കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ നിസ്സാര പേർക്കുള്ള 5 പേരാണ് ഇപ്പോൾ ഉള്ളത്. ബാക്കിയുള്ള ആളുകളെല്ലാം തന്നെ മെഡിക്കൽ കോളേജിലാണുള്ളത്. വലിയ രീതിയിൽ പരുക്കുള്ള ആളുകളൊന്നുമില്ല. നിസ്സാരമായിട്ടുള്ള ചിലപ്പം പരുക്കുണ്ട്, എന്നാൽ പോലും എക്സ്റേ എടുക്കാനും മറ്റും ഇപ്പോൾ നിൽക്കുന്നുണ്ട്. സ്കാന് ചെയ്യാനെല്ലാം തന്നെ നിൽക്കുന്നുണ്ട്. വലിയ പ്രശ്നമുള്ള ആളുകൾ ഇല്ല എന്നുള്ളതാണ് ഇപ്പം മനസ്സിലാവുന്നത്. സംഭവത്തിൽ നാട്ടാന പരിപാലന ചട്ടത്തിന്റെ ലംഘനം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് വനം മന്ത്രി എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. വിവരമറിഞ്ഞ് കോഴിക്കോട് മേയർ ബീന ഫിലിപ്പ്, CPIM സംസ്ഥാന കമ്മിറ്റി അംഗം പി മോഹനൻ മാസ്റ്റർ, CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി എം മെഹബൂബ്, DYFI സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് തുടങ്ങിയവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തി. കൈരളി ന്യൂസ്, കോഴിക്കോട്.